ജനാധിപത്യവാദികൾ ആഗ്രഹിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ആഗ്രഹിച്ചൊരു കാര്യം, ഇനി ഇവർ തകരണമെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ ഇവർ തകരുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ആ ഘട്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിൽ നിന്ന് പഴയ കാലം ഒരുപാട് നേതാക്കൾ അവിടേക്ക് ഒഴുകി, പല പാർട്ടികളിൽ നിന്ന് MLA-മാർ MP-മാർ അവർ വിലക്കെടുത്ത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉദ്ദേശിച്ചത് ഇപ്പോൾ BJP-യിൽ നിന്ന് കോൺഗ്രസ്സുകാരെ മുക്തമാക്കുന്ന പണി ഇനി വരും കാലഘട്ടത്തിൽ യാഥാസ്ഥിക. ഇപ്പൊ ഇന്ന് PC ജോർജിന്റെ പ്രസ്താവന ഉണ്ട്, അനിൽ ആന്റണി പിന്നെ ആരറിയാനാണ്, ആ ചെക്കൻ കൊണ്ടുപോയിട്ട് ഭാവി തൊലച്ചു കളഞ്ഞു, അത് ജയിക്കുമായിരുന്ന ഒരു സീറ്റായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് കയറി പറയാൻ പറ്റില്ല, കാരണം പറയും വലത്തനാണ്, മിണ്ടരുത്. ആര് പറയും? ഒരു മനോസ്ഥിതി വേറെയാണ് കേരളത്തിലെ BJP-യുടെ നേതാക്കൾക്ക്. അപ്പൊ എന്നതുപോലെ യഥാർത്ഥത്തിൽ ഈ BJP-ക്കകത്ത് ഒരു അടി തുടങ്ങുന്ന രീതിയിലേക്ക് എന്നുവെച്ചാൽ ഇപ്പോൾ തന്നെ അമിത്ഷായെ ആഭ്യന്തര വകുപ്പ് മാറ്റി രാജ്നാഥ് സിംഗിനെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിക്കണം എന്ന് ഒരു വാദം തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അടിമുടി മാറ്റങ്ങൾ, മന്ത്രിസഭയിലെ മാറ്റങ്ങൾ, ഇപ്പം നിർമ്മലാ സീതാരാമനെ മാറ്റുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ സംഗതികളൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്താണോ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കുറച്ചു മുൻപ് വരെ, ഇവർ തമ്മിൽ അടി തുടങ്ങി കഴിഞ്ഞെങ്കിൽ മാത്രമേ, കാരണം ഈ 10 വർഷം നമ്മൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരുന്നു. അഭിപ്രായ വ്യത്യാസം RSS-നകത്ത് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ രൂക്ഷ, പക്ഷെ ആരും അത് പുറത്തോട്ട് കേട്ടിട്ടില്ല. അത് BJP-യുടെ ആ ഒരു നേതൃഗുണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവർ വളരെ കൃത്യമായിട്ട് അതിനെ നിയന്ത്രിക്കും. അല്ലാത്തവൻ പാർട്ടിയിൽ നിന്ന് പുറത്താണ്, അല്ലെങ്കിൽ ഇനി ശബ്ദിക്കുന്ന ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്ത്, അല്ലെങ്കിൽ അവർക്ക് അധികാരം കൊടുത്തിട്ട് അവരവിടെ മൂലം. അതിന് ഇഷ്ടം പോലെ വകുപ്പുകളുണ്ട് ഒരാളെ സൈലന്റ് ആക്കി മാറ്റാൻ. അതുകൊണ്ട് ആരും പ്രത്യേകിച്ച് അഭിപ്രായ അനൈക്യം പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കൂല. അങ്ങനെ പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചാൽ ഒരുപക്ഷെ പുറം ലോകം കാണൂല, അങ്ങനെ നമുക്ക് തെളിവുകളില്ല. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ. ഇനി ഒരു പക്ഷേ ഇതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം BJP-ക്കകത്ത് അസ്വാരസ്യങ്ങളുടെ വാർത്തകൾ വരും ദിവസങ്ങളിൽ ഇനി വന്നുകൊണ്ടേയിരിക്കും. അത് പുറത്തേക്ക് വരും. അത് തന്നെ BJP-യുടെ തകർച്ചയുടെ തുടക്കമാകും എന്നുള്ളതാണ്. കാരണം മറ്റു പാർട്ടികളിലുള്ളതൊക്കെ അവർ ആസ്വദിച്ചിരുന്നു. അവർ BJP കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ഒരു നേതാവ് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചാൽ അവിടെ അവർ പറന്നിറങ്ങും, ആളെ പൊക്കും, സ്ഥാനം കൊടുക്കും, ഇപ്പുറത്ത് പ്രതിഷ്ഠിക്കും. ഇനി ആ പൊസിഷൻ ഇന്ന് മമതാ ബാനർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ശ്രദ്ധിക്കണം. BJP-ക്കകത്തുള്ള അംഗങ്ങൾ പിന്തുണ കൊടുക്കാൻ ഇവിടെ തയ്യാറാണെന്ന് ഇന്ന് മമതാ ബാനർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് കെജ്രിവാൾ പറഞ്ഞ പോലുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. കാരണം അവിടെ പൊട്ടിത്തെറിയും അസ്വാരസ്യങ്ങളും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ഒരു മുഴ മുമ്പേ അറിയാം. അത് ആശ്വാസം.